കേൾക്കുന്ന ജോയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. കാരണം ജോയുടെ ആദ്യത്തെ സൃഷ്ടിയായ ജെ1നെയാണ് അനങ്ങാപ്പാറ എന്ന് വിളിച്ചിരിക്കുന്നത്. മാത്രവുമല്ല 3 വർഷത്തെ കാലാവധി തീരുന്നതിന് മുന്നേ തിരിച്ചു പോവാൻ ജോ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവധി തീരുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോ ആ കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ജെ2 നിൽക്കുന്നത് കാണുന്നത്. ജോ ഇവിടെ വന്നതിന് ശേഷം രണ്ടാമതായി നിർമ്മിച്ച ജെ2ന്റെ കാര്യം ബോസിനോട് പറഞ്ഞിട്ടില്ല. അതായത് ജോ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ജെ1നെ മാത്രമാണ് എന്നാണ് ബോസ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെ2നെ ഇപ്പോൾ ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തൂക്കി വെക്കും എന്ന് ജോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോസ് കോൾ ചെയ്യുന്ന സമയത്ത് ജെ2നോട് ഈ പരിസരത്തൊന്നും വരരുത് എന്ന് ജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജോ ജെ2നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ജോ ചെല്ലുന്നത് ആ ലാബിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത് ജോ ഇപ്പോൾ ഒരു പുതിയ റോബോട്ടിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോ മൂന്നാമതായി ഒരു റോബോട്ടിനെ നിർമ്മിക്കുന്ന കാര്യം ഒരാൾക്കും അറിയില്ല. ഈ റോബോട്ടിനാണെങ്കിൽ മനുഷ്യന്റെ അതേ രൂപമാണ് കൊടുത്തിരിക്കുന്നത്.